സ്നേഹപ്പെട്ട എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. അവൻ സർവ്വത്തിനു മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. കൊലോസ്യർ 1:17 വാക്യം. നിന്റെ വിലകളുടെ പണിയായി ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രൻ നക്ഷത്രങ്ങളിൽ നോക്കുമ്പോൾ മടുത്തൊരു നീ ഓർക്കേണ്ട അവനെന്ത്, മനുഷ്യത്വം സന്ദർശിക്കേണ്ട അവനെന്ത് മാത്രം. ദാവീദ് ആശ്ചര്യപ്പെട്ടു. സങ്കീർത്തനം 8:34 വാക്യം. എങ്കിലും ദൈവം നമ്മെ ഓർക്കുന്നു. നാം കാണുന്ന പ്രപഞ്ചം അതിനെ രൂപകൽപ്പന ചെയ്ത അതുല്യ ബുദ്ധിശക്തിയുള്ള ഒരു നിർമ്മാതാവിൻ്റെ കഥ പറയുന്നു. അവൻ നമ്മുടെ മനസ്സും സൃഷ്ടിച്ച് തൻ്റെ പ്രവർത്തികൾ ധ്യാനിപ്പാൻ നമ്മെ ഇവിടെ ആക്കി. യേശുവിലൂടെയും അവൻ സൃഷ്ടിയിലൂടെയും നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കുന്നു. പൗലോസ് എഴുതി, സ്വർഗത്തിലും ഭൂമിയിലുള്ളതോ ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വായുകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1:17 വാക്യം. പ്രപഞ്ചത്തെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട്. അതെ, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ബുദ്ധിമാനായ സൃഷ്ടാവിനെ അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് ഏത് വിധത്തിലാണ് ദൈവത്തെ കാണുവാൻ കഴിയുക? ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംശയിക്കുന്ന ഒരാളുമായി നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം താഴ്മയോടെ പറയാനാകും, അല്ലെങ്കിൽ പങ്കുവയ്ക്കാനാകും? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സൃഷ്ടിയിലൂടെ അങ്ങേ അറിയുവാൻ കഴിഞ്ഞതിന് നന്ദി. അങ്ങേ അറിയാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ നിന്നിലേക്ക് ആകർഷിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.